നെല്ല് സംഭരണത്തിനായി 300 കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രിയും സർക്കാരും കർഷകരെ കബളിപ്പിച്ചതായി ആക്ഷേപം. ബജറ്റിൽ തുക അനുവദിച്ചതായി ചൂണ്ടിക്കാട്ടി ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ച് പരസ്യ പ്രചരണം നടത്തിയെങ്കിലും സപ്ലിമെന്ററി ബജറ്റിൽ നെല്ല് സംഭരണത്തിന് തുക വകയിരുത്തിയില്ല. നെല്ല് സംഭരണത്തിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് പണം നൽകുമെന്ന് ഉറപ്പ് നൽകിയാണ് വലിയ കൊട്ടിഘോഷങ്ങളോടെ ധനമന്ത്രിയായിരുന്ന കെ.എം. മാണി 2015-16 കാലയളവിലേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റിൽ കർഷകർക്കായി 300 കോടി രൂപ പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ഇതിനായുള്ള തുക സപ്ലിമെന്ററി ബഡ്ജറ്റിൽ വകയിരുത്തിയില്ല. 300 കോടിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച കർഷകൻ കഴിഞ്ഞ തവണയും പ്രതീക്ഷയോടെ വിളവിറക്കി. പക്ഷേ നെല്ല് സംഭരിച്ചതിന്റെ തുക കർഷകന് ഇത്തവണയും ലഭിച്ചത് നെല്ല് ഏറ്റെടുത്ത് 120 ദിവസങ്ങൾക്ക് ശേഷം മാത്രം. അതും നീണ്ട പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ. അന്നത്തെ നിയമസഭ കൂടിയപ്പോൾ 300 കോടി രൂപ കർഷകർക്ക് വേണ്ടി ബഡ്ജറ്റിൽ പാസ്സാക്കിയത്. ആ ബഡ്ജറ്റിൽ പാസ്സാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ബഡ്ജറ്റിന്റെ പൂർണ്ണമായ നടപടികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ രണ്ടാം കൃഷിക്ക് നെല്ല് സംഭരിച്ചും ചെയ്ത് പണം കിട്ടാനായിട്ട് കിട്ടിയത് എത്ര? 3.5 മാസം കഴിഞ്ഞാണ് കിട്ടിയത്. ആ 3.5 മാസം കഴിഞ്ഞ് കിട്ടിയപ്പോൾ ബഡ്ജറ്റിൽ പാസ്സാക്കിയ 300 കോടി രൂപ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് കർഷകർക്ക് അറിയത്തില്ല. 28,000 ഏക്കർ നിലത്തിലാണ് സംസ്ഥാനത്ത് കർഷകർ രണ്ടാം കൃഷി ഇറക്കിയത്. ഇതിലൂടെ ലഭിച്ചത് 250 ടൺ നെല്ലും. മാർച്ച് 5-ന് പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിക്കാനിരിക്കെ സിവിൽ സപ്ലൈസിന് നെല്ല് നൽകാനായി ഓൺലൈനിലൂടെ യോഗ്യത നേടിയ സംസ്ഥാനത്തുള്ള 1,40,000-ഓളം നെൽകർഷകർ ആശങ്കയിലാണ്. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കുകളായപ്പോൾ വഞ്ചിതരായത് വിശ്വസിച്ച് വോട്ട് ചെയ്തയച്ച സാധാരണ കർഷകരാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.